അമ്മേ, അമ്മയ്ക്ക് ശ്യാമയോട് വൈരാഗ്യമുണ്ട്. അതിപ്പോ എല്ലാവർക്കും അറിയാം. ആ വൈരാഗ്യം ഹോസ്പിറ്റലിൽ വെച്ച് തീർക്കുന്ന എന്തിനാ അമ്മേ? മാത്രമല്ല, ശ്യാമ ജീവനെ പോലെ സ്നേഹിക്കുന്ന അവളുടെ ഭർത്താവ് ഐസിയു കിടക്കുന്നത്. ജീവനെ പോലെ സ്നേഹിക്കുന്നു. അവള് ജീവൻ എടുക്കാൻ നോക്കിയതാ അവന്റെ. എന്തോ ഭാഗ്യത്തിന് എന്റെ മോൻ രക്ഷപ്പെട്ടത്. അമ്മേ, എന്തൊക്കെയാ പറയുന്നത്? ഇത് ഹോസ്പിറ്റലാ. അമ്മേ, ഇല്ലാത്തൊന്നും പറയില്ലേ. എന്റെ വസു, ഇവിടെ വരുമ്പോഴെങ്കിലും ഈ പെൺകുട്ടിക്ക് അല്പം സ്വസ്ഥത നീ കൊടുക്ക്. നമ്മുടെ മകൻ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് വരാൻ പ്രാർത്ഥിക്കും. അമ്മ, ഇതൊക്കെ മോശമാണമ്മേ. വല്ലാത്ത ക്രൂരതയമായി കാണിക്കുന്നത്. ക്രൂരത കാണിച്ച ആരാണെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചുതരാം. എടി, നിനക്ക് ഹഗിക്ക് അപകടം പറ്റുന്ന കാര്യം മുമ്പേ അറിയാമായിരുന്നോ? ചോദിച്ചു കേട്ടില്ലേ? പറയടി സത്യം. അമ്മ, ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഞാൻ വിശദമായിട്ട് പറയാം. നീ ഒന്നും വിശദമായിട്ട് പറയണ്ട, വിവരിച്ച് കഷ്ടപ്പെടുകയും വേണ്ട. ഹഗിക്ക് അപകടം പറ്റുന്ന കാര്യം നിനക്ക് മുമ്പേ അറിയാമായിരുന്നോ ഇല്ലയോ? അറിയായിരുന്നു. കുഞ്ഞിനെ നീ വസു, അരുത്. എന്താ ഈ കാണിക്കുന്നത്? എന്നെ വിടാ. ഹോസ്പിറ്റലിൽ ഇത് ഹോസ്പിറ്റലാ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോയത്. ഇറങ്ങണേ ഇവിടുന്ന്. അമ്മേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒരു അക്ഷരം പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഇപ്പൊ ഈ നിമിഷം ഇവിടുന്ന് പോണം. അവൾക്ക് പറയാനുള്ളത് കേക്ക്, അതല്ലേ മര്യാദ. ഞാനൊന്ന് പറയട്ടെ. ശ്യാമയ്ക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറയട്ടെ. ഇവളിനി എന്തും പറയാനാ? പറയാനുള്ളത് പറയാതെ ചെയ്യാനുള്ളത് ഇവള് ചെയ്ത് കഴിഞ്ഞു. ഇവളാണ് അഖിയെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത്. ഐശ്വര്യ, എന്ത് ഭർത്താവാണ് പറയുന്നത്? അരുണേ, ഐശ്വര്യ, നീ വെറുതെ അനാവശ്യം പറയരുത്. ഇവളും ഇവളുടെ ആങ്ങൾ അരവിന്ദനും കൂടി നടത്തിയ കൊട്ടേഷൻ ആയിരുന്നു. അഖിയെ കൊന്നിട്ട് അവന്റെ സ്വത്ത് തട്ടിയെടുക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. ഐശ്വര്യ, എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഭ്രാന്തേ എനിക്കല്ല, ദേ ഇവക്ക. സ്വന്തം ഭർത്താവിനെ കൊല്ലാനുള്ള ഭ്രാന്ത്. മിണ്ടരുത് നീ. ദേ കാണു, ഇവളും ഇവളുടെ ആങ്ങള അരവിന്ദനും കൂടി ഗൂഢാലോചന നടത്തുന്ന വീഡിയോ. ഇത്തരം ഗുണ്ടകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണോ ഏട്ടാ ഞാൻ ഏട്ടനെ ചുമതലപ്പെടുത്തിയത്? തലക്കടിച്ച് വീഴ്ത്താനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അച്ഛാ, സത്യം ഇതൊന്നുമല്ല. ഇതൊന്നും സത്യമല്ല. മിണ്ടരുത് നീ. എന്ത് ഞാൻ കേൾക്കുന്നത്? ഇതൊന്നും അല്ല ഏട്ടാ, സത്യം. ഇങ്ങനൊന്നും അല്ല നടന്നത്. ഇങ്ങനെയല്ല. സത്യം ഇതല്ലെങ്കിൽ ഇന്ന് നിന്റെ ആങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങളെ കാണാതെ മറിഞ്ഞു നിന്നത് എന്തിനാ? പറയടി. ശ്യാമേ, എന്താ നടന്നെന്ന് സത്യം പറയാൻ. വേണ്ടമ്മേ, അമ്മേ പറയുന്നൊന്ന് കേക്കമ്മേ. ഹോസ്പിറ്റലാ. ഇറങ്ങി പോടി. ശ്യാമ ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ മകന്റെ ജീവിതത്തിലേക്ക് നീ വന്നു പോരുത്. ഇറങ്ങടി ഇവിടുന്ന്. ഇതൊന്നും അല്ല. എനിക്ക് പറയാനുള്ളത് അമ്മ കേക്ക്. മിണ്ടാതെ നീ. ഇനി ഇവിടെ നീ നിന്നാ എന്റെ മകനെ കൊല്ലാൻ കൊടുത്ത കൊട്ടേഷനെ കൊണ്ട് നിന്നെ ഞാൻ കൊല്ലിക്കും. ഇറങ്ങടി പുറത്ത്. പ്ലീസ് അമ്മ, ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മ, ഞാൻ പറയട്ടെ അമ്മ, പ്ലീസ് അമ്മ. അമ്മ കാണിക്കുന്നു. അമ്മ
അച്ഛനെ അഖിൽ സാർ, അഖിൽ സാർ, പറയട്ടെ. പറയട്ടെ. ബഹളം വെക്കല്ലേ? ആദ്യം മാറി നിൽക്ക്. പറയുന്നത് കേൾക്കാം. അരുണോ, ഇത് ഹോസ്പിറ്റലാ. നിങ്ങളുടെ അഖിയെ കൊല്ലാൻ നോക്കിയതാ. വാടി ഇങ്ങോട്ട്. ശ്യാമയ്ക്ക് പറയാനുള്ളൊന്ന് കേൾക്കട്ടെ അമ്മേ. അമ്മേ അമ്മ, ഞാനൊന്നും പറയട്ടെ. എന്നെ ഒന്നും പറ. ഹോസ്പിറ്റൽ അച്ഛാ, അച്ഛനത് കാണുന്നില്ലേ അച്ഛാ? അച്ഛാ, പറയട്ടെ. മോളെ എന്താ എന്ത് പറ്റിയേ? മോളെ എന്താ പറ്റിയേ? അച്ഛാ, എന്തിനാ അച്ഛാ ഈ മുഖം മൂടി? എനിക്ക് എന്റെ അച്ഛനെ മനസ്സിലായി. അച്ഛനെ എന്റെ പൊന്നുമൊക്കെ മനസ്സിലായല്ലേ? എനിക്ക് എപ്പോഴേ മനസ്സിലായി. ആദ്യം സംശയമായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് യൂണിഫോം കണ്ടപ്പോ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. മോളെ ഇതൊന്നും അച്ഛൻ മനഃപൂർവ്വം ചെയ്തതല്ല. നമ്മുടെ വീട്ടിലെ ഗതികേട് മാറ്റാൻ ഈ സെക്യൂരിറ്റി പണിയെ വഴിയുണ്ടായിരുന്നുള്ളൂ. ആ ഏജൻസിക്കാരാണെങ്കിൽ എന്തിനാ മോള് കരഞ്ഞുകൊണ്ട് കയറി വന്നേ? അച്ഛനോട് കാര്യം പറ. അച്ഛാ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. അച്ഛന്റെ കുഞ്ഞ് കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛനോട് പറ. അഖിൽ സാർ, അഖിൽ സാർ. അഖിമോനെ, അഖിമോൻ എന്ത് പറ്റി? പറ മോളെ, അഖിമോൻ എന്ത് പറ്റി? അഖിൽ സാർ ഹോസ്പിറ്റലില.
ഈശ്വര, പറയേ, എന്റെ അഖിമോൻ എന്താ പറ്റിയേ? പറമോളെ, അച്ഛനോടെല്ലാം തുറന്നു പറ. എന്റെ അഖിമോൻ എന്താ പറ്റിയത്? അച്ഛാ, അഖിൽ സാറിന്റെ ഇരുട്ടിനോടുള്ള പേടി മാറ്റാൻ വേണ്ടി ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നു. അപ്പൊ ശ്യാമയെ കുറ്റിരുട്ടത്ത് വെച്ച് കുറച്ച് ഗുണ്ടകൾ ആക്രമിച്ചു വന്നിരിക്കട്ടെ. അഖിൽ ഇരുട്ട് മറന്ന് പറന്ന് വന്ന് ശ്യാമയെ രക്ഷപ്പെടുത്തും. അങ്ങനൊരു സിറ്റുവേഷൻ ശ്യാമയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ അഖിൽ ശ്യാമയെ ഇരുട്ടിനെ മറന്ന് രക്ഷപ്പെടുത്തും. ഈ പേടി ഒരു 50% മാറുകയും ചെയ്യും. എല്ലാം തകർത്ത് കളഞ്ഞല്ലോ എന്റെ കുഞ്ഞ്. എന്റെ കൃഷ്ണ, എന്റെ കുഞ്ഞിന്റെ കണ്ണീര് കാണുന്നില്ലേ എന്റെ ഭഗവാനെ? അച്ഛാ, ഞാൻ പറയുന്ന കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല. കേൾപ്പിക്കണം മോളെ. അച്ഛന്റെ കുഞ്ഞി കാര്യത്തിൽ നിരപരാധിയാണെന്നുള്ള സത്യം ഈ വീട്ടിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. ഇനി അത് വലിയ പാടാ അച്ഛാ. പക്ഷെ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തിയിട്ട് ഞാൻ ഇവിടുന്ന് പോവും. എന്റെ അഖിൽ സാറിനൊന്നും വരാതിരുന്നാ മതി. മോളെ, മോക്ക് ആ ആശുപത്രി തന്നെ നിന്നാ പോരായിരുന്നു? അവരാരും എന്നെ ഇവിടെ നിർത്തുന്നില്ല അച്ഛാ. അച്ഛന്റെ കുഞ്ഞ് വിഷമിക്കാതെ. അഖിമോൻ ഒന്നും വരില്ല. ഭഗവാൻ കാത്തോളും. അച്ഛന്റെ കുഞ്ഞ് കരയില്ലേടാ. അച്ഛന്റെ കുഞ്ഞ് കരയില്ലേടാ. എന്റെ പൊന്നുമോക്ക് അച്ഛനില്ലേ? അച്ഛാ, ഞാൻ എന്ത് ചെയ്യും? അരുണേ, ആദ്യേട്ടാ, നീ അങ്ങോട്ട് ഇരിക്കും. അമൃത, ഐശ്വര്യ, അക്കിക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. അപകടനില ഇതുവരെ തരണം ചെയ്തിട്ടില്ല. തലയ്ക്കിപ്പോ ബ്ലീഡിംഗ് ഒന്നുമില്ലല്ലോ? ഇല്ലെന്നാ അറിയാൻ കഴിഞ്ഞത്. കാര്യങ്ങളൊക്കെ അമൃതയെടുത്തി അറിഞ്ഞില്ലേ? അവിടെ ഇരുന്ന് ശ്യാമ കരയുന്നുണ്ട്. എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും അവള് മറുപടി ഒന്നും പറയുന്നില്ല. എന്താ ഉണ്ടായത് ഐശ്വര്യ? എന്തിനാ രാത്രി അവളെ ഇവിടുന്ന് ഓടിച്ചു വിട്ടത്? അവൾ എന്ത് തെറ്റാ ചെയ്തേ? അവള് ചെയ്തത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണോ? എന്താ ഐശ്വര്യ? എന്നിട്ടാ ഡോക്ടർ, അഖി, ഡോക്ടർ, മോനെങ്ങനെയുണ്ട്? ഇനിയൊന്നും പേടിക്കാനില്ല. അഖിൽ അപകടനില തരണം ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമേ, നീ കാത്തു. ഈശ്വര, അഖിലിനിപ്പോ ബോധം പഴയതുപോലെ ഉണ്ട്. ഏറെക്കുറെ എല്ലാം നോർമല്. ഇന്ന് തന്നെ നമുക്ക് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും കാണാം. ശരി ഡോക്ടർ, താങ്ക് യു. എന്നിട്ടാ മക്കളെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അച്ഛാ, ഇരിക്കെ. അമ്മ, ഇരിക്ക്. ഈശ്വര, അമ്മേ, അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലേ?
ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ പോയി കോഫി വാങ്ങിക്കൊണ്ട് തരട്ടെ? അതൊന്നും വേണ്ട മോളെ. ഒരു കാര്യം ചെയ്യാമേ, ഏതായാലും അഖിയുടെ കാര്യത്തില് നമുക്ക് സമാധാനമായല്ലോ. ഇന്നലെ രാത്രി അമ്മ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. നമുക്കൊന്ന് വീട്ടിൽ പോയി കുളിച്ച് വേഷം മാറിയിട്ട് വന്നാലോ? ഐശ്വര്യ പറഞ്ഞത് നല്ല കാര്യമാണ്. ബസ് വീട്ടിലേക്ക് വെക്കോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അത് വേണ്ട അനന്തട്ട. എന്റെ കുഞ്ഞി നിലയിൽ കിടക്കുമ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അവൻ നോർമൽ ആയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. സാരമില്ല, പോയിട്ട് വാ ഐശ്വര്യ. അതെ അമ്മേ. നമുക്ക് പോയിട്ട് വരാമേ. ശരി അമ്മേ, അത് മതി. പോയിട്ട് വന്നു. അമൃതയും വെക്കോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഒരു മനസ്സമാധാനമില്ല എനിക്ക്. അമ്മേ, അമ്മ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വാ. അമ്മ തിരിച്ചു വരുമ്പോ ദേ നമ്മുടെ ആക്കി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. വാ അമ്മേ. എന്നിട്ടാ വാ ആദ്യേട്ടാ. പോയിട്ട് വന്നു. ഇവരോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും ഞാൻ കൊണ്ടുപോകുന്നതല്ല. ഇവരെ അവിടെ എത്തിച്ചിട്ട് എനിക്ക് ചില കാര്യങ്ങളുണ്ട്, അതിന്ന് ഞാൻ നടപ്പാക്കും. മോളെ, മോള് കരയല്ലേ മോളെ? മോളൊരു കാര്യം ചെയ്യേ, ആ ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ? മോൾ ആ ഡോക്ടറെ ഒന്ന് വിളിക്കേ. നടന്നത് എന്താണെന്ന് ഡോക്ടർ പറയുമ്പോൾ പ്രശ്നം പരിഹരിക്കുമല്ലോ, തെറ്റിദ്ധാരണയും മാറും. അതച്ഛൻ പറഞ്ഞു ശരിയാ. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കാം. ഹലോ ഹലോ, ഡോക്ടർ ദിനേശ് നമ്പ്യാർക്കൊന്ന് കണക്ട് ചെയ്യാവോ? ഡോക്ടർ സ്ഥലത്തില്ലല്ലോ, UK-യിലാണ്. ഡോക്ടർ എന്നാ വരുന്നത്? ഒരു കോൺഫറൻസിന് വേണ്ടി പോയിരിക്കുക. എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർ വന്നാൽ ഉടൻ തന്നെ പറയണം. ഒരു ശ്യാമ വിളിച്ചിരുന്നു. ആരെ വിളിച്ചെന്ന്? ശ്യാമ. ശ്യാമ അഖിൽ. പറയാം. ഡോക്ടർ സ്ഥലത്തില്ലല്ലേ? ഇല്ല അച്ഛാ, ആ വാതിൽ അടഞ്ഞു. മോള് വിഷമിക്കാതെ, എന്തിനും ഒരു പരിഹാരം ഉണ്ടാവും.